ഹായ് പിച്ചു ഡോക്ടേഴ്സ്. നമുക്കറിയാം നീറ്റ് എക്സാമിന് 50% വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ് ബയോളജി. അപ്പോൾ ബയോളജി നമുക്ക് ബോട്ടണി സുവോളജി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓരോ സബ്ജക്റ്റിലും 180 മാർക്സ് ആണ് വരുന്നത്. ടോട്ടൽ 360 മാർക്സിന്റെ പേപ്പർ ആണ് നമ്മൾ ബയോളജിക്ക് നീറ്റ് എക്സാമിന് ക്ലിയർ ചെയ്യേണ്ടത്. ആസ് ഇൻ 360 ഓൺ 360 എല്ലാവരും എയിം ചെയ്ത് പഠിക്കുന്നു അല്ലെ. അപ്പം അത്രയും കിട്ടുകയാണെങ്കിൽ നല്ലത്. നമ്മൾ തെറ്റി പോകുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പം അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു സ്കോർ തന്നെയാണ് എയിം ചെയ്യുന്നത്. ഇപ്പൊ ബയോളജി പഠിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്, ബയോളജി അല്ലേ, ഈസി അല്ലേ, അപ്പൊ അത് സെറ്റ് ആവും, അത് തിയറിറ്റിക്കലായിട്ട് കുറെ വായിച്ചു പോയാൽ മതി, അപ്പൊ സെറ്റ് ആവും എന്നുള്ള ഒരു ധാരണയിലാണ് എല്ലാവരും പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നത്. അപ്പോ നമ്മള് നീറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്, ഇതൊക്കെ നമ്മളുടെ നോളജിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മളുടെ നോളജിനെ നല്ല പോലെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നടത്തപ്പെടുന്ന എക്സാംസ് ആണ്. അതായത് ഒരു കാര്യം നമ്മൾക്ക് എങ്ങനെ അറിയുന്നോ അതിൽ നിന്ന് എല്ലാ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മളുടെ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സാമുകളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകൾ നടത്തുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നു, അതിൽ നമ്മൾ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നു, കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. മറിച്ച് നമ്മൾ നമ്മുടെ ബോർഡ് എക്സാമിന് +2 ബോർഡിന് പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണല്ലോ എഴുതുന്നത്. അവിടെയും നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് എത്രമാത്രം അതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് അറ്റവും മൂലയും എല്ലാ ഭാഗങ്ങളും നമുക്ക് വിസ്തരിച്ച് എഴുതി നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ആസ് ഇൻ ഡിസ്ക്രൈബ് ചെയ്യാൻ, ഒരു കോൺസെപ്റ്റിനെ നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പറ്റും. പ്ലസ് നമുക്ക് പല കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. 2 മാർക്സ് വരും അല്ലെ, 5 മാർക്സ് വരും, 10 മാർക്സ് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെയുള്ള രീതിയാണ് നമ്മുടെ എക്സാം നടത്തപ്പെടുക. അപ്പോ ഇതിന് രണ്ടിനും ബയോളജി എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ സബ്ജക്റ്റിനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ടും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ബോർഡ്സിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അതുപോലെ നീറ്റിനും നമുക്ക് നല്ലൊരു സ്കോർ നമ്മുടെ 1 ഇയർ കൊണ്ട് തന്നെ, +2 ഇയറിലെ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നമുക്ക് നേടാൻ വേണ്ടി പറ്റും. കാരണം ബയോളജിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ്, അതുപോലെ നീറ്റിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും 12th സബ്ജക്ട്സ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ബയോടെക്നോളജി ആവട്ടെ, അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജി ആവട്ടെ, റീപ്രൊഡക്ഷൻ ആവട്ടെ, ജെനറ്റിക്സ് ആവട്ടെ, മോളിക്കുലാർ ബേസ്, ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ് അല്ലെ. അപ്പൊ അത് നല്ല സ്ട്രെസ് ചെയ്ത് തന്നെ നമ്മൾ 12th ടോപ്പിക്സ് നമ്മൾ പഠിക്കണം. നല്ല ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണം. അത് നീ മനസ്സിലാക്കാൻ നമുക്ക് സമയമുണ്ട്. ഇതുവരെയുള്ള ഒരു 2020 വരെയുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു 75% NCERT ബേസ്ഡും 25% ഔട്ട്സൈഡിൽ നിന്നായിരുന്നു നമ്മുടെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നുകൊണ്ടിരുന്നത്. 2021 മുതലുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 95% NCERT ആൻഡ് 5% ഔട്ട്സൈഡ്. അതും ഇനി അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ പിന്നെയും ടൈറ്റ് ആവുകയാണ് ചെയ്തത്. പ്യുവർലി NCERT ബേസ്ഡ് ആയിരുന്നു നമ്മുടെ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് വന്നത്. അതും ഒരുപാട് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പരീക്ഷിക്കപ്പെട്ട വർഷങ്ങളായിരുന്നു കഴിഞ്ഞ. എല്ലാ വർഷവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതായത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡിൽ തന്നെ ആവട്ടെ, അല്ലെങ്കിൽ വിച്ച് ഇസ് നോട്ട് ട്രൂ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് സെലക്ട് ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് തന്നിട്ട് അതിൽ നിന്ന് നമ്പർ ചൂസ് ചെയ്യാനുള്ളതാവട്ടെ, മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമുക്ക് പണ്ടേ ഉണ്ടായിരുന്നു, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവട്ടെ, അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള വർഷങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങൾ. അപ്പോൾ 2025 നീറ്റിലും ബയോളജിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യനിങ് എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് നമ്മുടെ ചുറ്റിലുമുള്ള ടെക്നോളജി വളരെയധികം പ്രോഗ്രസ് ചെയ്യാണ് അല്ലെ. അതായത് AI ആവട്ടെ, അങ്ങനെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മാധ്യമങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആവുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ടെസ്റ്റിംഗ് മെത്തേഡിലും അങ്ങനെയുള്ള അഡ്വാൻസ്മെന്റ്സ് വരണമല്ലോ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഫ്രെയിമിങ്ങിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വരും. സോ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് അറിയാം, നമ്മൾ പഠിക്കേണ്ട സിലബസ് നമ്മൾക്കറിയാം. കാരണം ബോർഡ് എക്സാമിനാണെങ്കിൽ നമ്മൾ എന്താ കവർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നല്ല ധാരണയുണ്ട്, നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാം. പക്ഷേ നീറ്റ് എക്സാമിന് ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ നല്ല പോലെ കോൺസെപ്റ്റ് പഠിച്ച് അത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്താണ് നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന് നമുക്ക് നല്ല ഗൈഡൻസ് വേണം, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ്. നീറ്റ് പോലുള്ള എക്സാമുകളിൽ അതുപോലെയുള്ള നീറ്റ് ആസ്പിരൻസിനെ ഒരുപാട് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് ടോപ്പ് റാങ്ക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ നീറ്റ് എക്സ്പേർട്സ് ആണ് സൈലത്തിലുള്ളത്. അവരാണ് നിങ്ങളെ സൂപ്പർ കിങ്സ് ബാച്ചിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പ്ലസ് മക്കൾക്ക് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളിപ്പോ ട്യൂഷൻ ഒക്കെ പോയി, ഇപ്പൊ ബയോളജിക്കൊക്കെ ട്യൂഷൻ ഓപ്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ഫിസിക്സ് കെമിസ്ട്രി യെസ്, മോസ്റ്റ് ഓഫ് ദ മക്കൾ മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും മോസ്റ്റ് ഓഫ് ദ മക്കൾ ട്യൂഷന് പോകും. ബയോളജി സ്വയം വായിച്ചെടുക്കാമല്ലോ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ നീറ്റിന്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾ വിചാരിക്കും ബയോളജി അല്ലേ, അത് ഞാൻ സ്വന്തം പഠിച്ച് നോക്കിക്കോളാം എന്നുള്ള ആയിരിക്കും നിങ്ങളുടെ ഒരു ഐഡിയ. പക്ഷേ അങ്ങനെ സ്വയം പഠിച്ചാൽ ചിലപ്പം
ഈ എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവലും ടെസ്റ്റിങ്ങിലുള്ള ഡിഫറൻസ് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങളെ കോൺസെപ്റ്റ് പഠിപ്പിച്ചു തരണം, പ്ലസ് പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് വേണം. അതായത് റെഗുലർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് ക്വസ്റ്റ്യനുകൾ അപ്ലൈ ചെയ്ത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതും വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ബിക്കോസ് എവറി ഇയർ NTA കീപ്സ് എ സർപ്രൈസ് ഫോർ us. അപ്പൊ ബയോളജി തിയറി അല്ലേ, ഈസി ആണ്, എനിക്ക് അറിയുന്ന സബ്ജക്ട് ആണെന്ന് വെച്ചാൽ അതിനെ ലാഘവത്തോടെ കാണാതെ നമ്മളുടെ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ബയോളജിയിൽ നമ്മൾ 360 സ്കോർ ചെയ്താൽ 50% ഇങ്ങോട്ട് പോരും അല്ലെ, പിന്നെ നമുക്ക് ബാക്കിയുള്ളതിനെ കുറിച്ച് വിഷമിച്ചാൽ മതി. അപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും ടഫ് ആണെങ്കിൽ പോലും ബയോളജി കുറച്ചൊന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നല്ല മാർക്ക് മേടിക്കാം. ആൻഡ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ബോർഡ്സിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ ട്രെയിനിങ് തരുന്നുണ്ട്. അപ്പൊ ബോർഡ്സിൽ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാം, നീറ്റിലും നിങ്ങൾക്ക് ബയോളജിയിൽ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാം. അപ്പൊ ഇതൊന്നും മനസ്സിൽ വെച്ചിട്ട് മക്കള് തീരുമാനം എടുക്കുക. നിങ്ങൾ +2-നോടൊപ്പം തന്നെ പഠിച്ച് അടിപൊളിയായി പഠിച്ച് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി റെഡിയാണോ, നീറ്റ് ക്ലിയർ ചെയ്യാൻ ബോർഡിൽ നമുക്ക് ഫുൾ A+, +2 ബോർഡ് എക്സാമിന് ഫുൾ A+ മേടിക്കാൻ നിങ്ങൾ ക്ലിയർ ചെയ്യാനോ റെഡിയാണോ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. റെഡി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. അപ്പൊ ശേഷം നമുക്കിനി നമ്മുടെ ബയോളജി ക്ലാസ്സുകളിൽ കാണാം. സീ യു ആൾ, ബൈ.